പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപിൽ നിന്ന് ക്രൂശിനെ ഉയർത്തുവാൻ തക്കവണ്ണം സർവശക്തനായി ദൈവം എന്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്റെ പേര് സിൽവിയ എഡ്വിൻ എന്നാണ്. ഞാൻ പാകിസ്ഥാൻ ബോർഡറിലുള്ള ഗുരുദാസ്പൂരിൽ നിന്നാണ്, പഞ്ചാബിൽ നിന്നാണ് സംസാരിക്കുന്നത്. അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന എൻ്റെ പെറ്റേണൽ ഗ്രാൻഡ് പാ അഷ്ടമുടി ഉമ്മച്ചൻ്റെ കൊച്ചുമകളായി, അതുപോലെ എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ്മ ദേവി പൊന്നമ്മ അവരുടെ എല്ലാം കൊച്ചുമകളായി ജനിക്കുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി. 12-ാം വയസ്സിലാണ് വ്യക്തിപരമായി ക്രിസ്തുവേശുവിനെ രുചിച്ചറിയുവാൻ, ക്രിസ്തുവേശുവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചത്. ആ നാൾ മുതൽ ഞാൻ അനുഭവിക്കുന്നതായ സന്തോഷം, ആ ദൈവിക സമാധാനം, എൻ്റെ അകത്തുള്ള അശൂന്യതയെ മാറ്റി ക്രിസ്തുവേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരികൾക്ക്, സ്കൂളിലെ കൊച്ചു കൂട്ടുകാരികൾ, അവരോട് സുവിശേഷം പറയുവാൻ, ഞാൻ അനുഭവിച്ച സന്തോഷം അല്പമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം, അതുപോലെ ഞാൻ കൊണ്ടുപോകുന്ന ടിഫിൻ, എക്സ്ട്രാ ടിഫിൻ എല്ലാമായി സ്കൂളിലേക്ക് കടന്നുപോകും. അത് അവിടെ കഷ്ടപ്പെടുന്ന അനേക കുഞ്ഞുങ്ങൾക്ക് ആ ഭക്ഷണം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം. കാരണം ബൈബിൾ ഞാൻ വായിക്കുമ്പോൾ, ആ നാളിലാണ് ബൈബിൾ ആദ്യമായി വായിക്കുവാൻ തുടങ്ങുന്നത്. ബൈബിൾ വായിച്ചപ്പോൾ അതിൻ്റെ ആഴങ്ങൾ എനിക്ക് ഗ്രഹിപ്പാൻ സാധ്യമല്ലായിരുന്നുവെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുവാൻ ഇടയാക്കി തീർത്തു. ആഴങ്ങൾ അറിയും തോറും ആ വലിയ ആത്മഭാരത്തിലേക്ക് അനേകർക്ക് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയെ ജാഗരിക്കുവാനും നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വലിയൊരു ഭാരം എൻ്റെ അകത്ത് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. 13-ാം വയസ്സിൽ ഞാൻ ആദ്യമായി കണ്ട 2 ഫിലിമാണ്. ഒന്ന് നരകം, 2 സാധു സുന്ദർ സിംഗ്. അതെൻ്റെ ആത്മഭാരത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയായി തീർന്നു. കാരണം നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള വലിയ ഭാരം എൻ്റെ അകത്തേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ തീരുമാനമെടുത്ത് കർത്താവെ, വടക്കേ ഇന്ത്യക്ക് വേണ്ടിയും ലോക സുവിശേഷീകരണത്തിന് വേണ്ടിയും ദൈവസന്നിധി മുഴങ്കാൽ മടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം. അങ്ങനെ വടക്കേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 16-ാം വയസ്സിൽ ജമ്മു കാശ്മീരിലേക്ക് ഒരു മിഷനറിയായി കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. കഴിഞ്ഞ 38 വർഷക്കാലമായി ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലായി, എസ്പെഷ്യലി വടക്കേ ഇന്ത്യയിൽ ചർച്ച് പ്ലാന്റിംഗ് മിഷനറിയായി വർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ സുവിശേഷത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ 12-ാം വയസ്സിൽ ഞാൻ ചരമക്കുറിപ്പുകൾ, ന്യൂസ് പേപ്പറിലുള്ള ചരമക്കുറിപ്പുകളിൽ കാണുന്ന അഡ്രസ്സുകളിലാണ് വചനം എഴുതി അയച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ലഘുലേഖകൾ, സുവിശേഷത്തിന്റെ ലഘുലേഖകൾ ജനത്തിന് അയക്കുമായിരുന്നു. അതുപോലെ എനിക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം പലതരത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾ, ICPF, അതുപോലെ ക്യാമ്പസ് ക്രൂസൈഡ്, അതുപോലെ പോസ്റ്റൽ ഇവാഞ്ചലിസം, അങ്ങനെ പലതരത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങളിൽ, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ്, അങ്ങനെ പലതരത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു. അങ്ങനെ 2007-ലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അതുവരെയും വടക്കേന്ത്യയിൽ ഞാൻ പ്രവർത്തനത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയി പ്രവർത്തനത്തോട് തന്നെ ആയിരുന്നു. 2007 വിവാഹത്തിന് ശേഷം ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളെ നൽകുവാൻ ഇടയായി തീർന്നു. എൻ്റെ മൂത്ത മകൻ ഏബൽ, അതുപോലെ രണ്ടാമത്തെ മകൾ അക്സ. അവർ 2 പേരും 4-ഉം 5-ഉം വയസ്സുള്ള സമയത്ത് സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അത്ഭുത വിടുതലുകൾ, അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു സുവിശേഷത്തിന്റെ വക്താക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കൊച്ചു 4 കുഗ്രാമങ്ങളിൽ കടന്നുപോയി ഞങ്ങളോട് ചേർന്ന് സുവിശേഷം പറയുവാൻ തക്കവണ്ണം, പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവം കുഞ്ഞുങ്ങളെ ശക്തീകരിക്കുവാൻ ഇടയെത്തുന്നു. ഇന്നും ഞങ്ങൾ ഒരുമിച്ച് 2020-ലാണ് ഞങ്ങൾ ആദ്യമായിട്ട് വീണ്ടും പല വർഷത്തെ എൻ്റെ പഴയ പ്രവർത്തനത്തോടനുബന്ധിച്ച് പല സംസ്ഥാനങ്ങളിലായിരുന്നു. അതിനുശേഷം ഞങ്ങളെ ദൈവം വീണ്ടും ഗുരുദാസ്പൂരിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയെത്തിരുന്നു. ഈ ഗുരുദാസ്പൂരിൽ 2020 കൊറോണയുടെ സമയത്താണ് ഞങ്ങൾ കടന്നു വരുന്നത്. ദൈവത്തിന്റെ വ്യക്തമായ ശബ്ദം കേട്ടുകൊണ്ടാണ് കടന്നു വരുന്നത്. ആ ശബ്ദം കേട്ട സമയത്ത്, ദൈവം കൊണ്ടുവന്ന സമയത്ത് ഇവിടെ എല്ലാ ജനങ്ങളും ഭവനത്തിന്റെ അകത്ത് അടച്ചുപൂട്ടിയിരിക്കുന്ന സമയമാണ്. എന്നാൽ കർത്താവ് ഞങ്ങളെ തെരുവീതികളിലേക്ക് ഇറക്കുവാൻ ഇടയെത്തുന്നു. ഹോംലെസ് ആയിരിക്കുന്നവരുടെ ഇടയ്ക്ക്, അതുപോലെ അശരണരായിരിക്കുന്നവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, മാനസിക രോഗികൾ, മാറാവ്യാധികളിൽ അടിമപ്പെട്ടിരിക്കുന്ന അനേകരിടയ്ക്ക് ദൈവം ഞങ്ങളെ കുടുംബമായി ഇറക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ മധ്യത്തിന് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ കൊച്ചുനാളിൽ തന്നെ എൻ്റെ റെട്ടിനയുടെ 75% നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എനിക്ക് കാഴ്ചശക്തി തീരെ കുറവായിരുന്നു. 75% കാഴ്ചശക്തി എൻ്റെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം 2019 എനിക്ക് 3 പ്രാവശ്യം ക്യാൻസർ രോഗിയായി. 2019 എൻ്റെ കണ്ണിൻ്റെ ഒപ്റ്റിക് നെർവിൽ വീണ്ടും ക്യാൻസർ ബാധിതയായതിനെ തുടർന്ന് 90% കാഴ്ചശക്തി എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്കൊന്ന് പറയാൻ സാധിക്കുമെന്ന്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ക്രിസ്തുവേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട്
ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലും തനിയെ കടന്നുപോയി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷം ഞങ്ങൾ കുടുംബമായി കടന്നു പോകുവാൻ ഞങ്ങൾ ടീമായി കടന്നു പോകുന്ന വിവാഹത്തിന് മുമ്പ് ടീമായി കടന്നു പോകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തനിയെ പല സംസ്ഥാനങ്ങളിലും കടന്നു പോകുന്ന പല അനുഭവങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ 2020 ഞങ്ങളെ കുടുംബമായി ദൈവം ഈ ഗുരുദാസ്പൂരിലേക്ക് വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങൾ 4 പേരും പല കുഗ്രാമങ്ങളിൽ ഈ പഞ്ചാബിന്റെ പല കുഗ്രാമങ്ങളിൽ കടന്നുപോയി സുവിശേഷം പറയുവാൻ, അതുപോലെ തെരുവീതികളിൽ അലഞ്ഞു നടക്കുന്നതായ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ട അനേക ജീവിതങ്ങൾ ക്രിസ്തുയേശുവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരമായി തീരുവാൻ ഇടയെത്തുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, കൊച്ചൊരു ആരാധന. അതിന് ആരംഭത്തിൽ ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ 4 പേരും ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഒരു ഭിക്ഷ യാചിക്കുന്ന ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന നന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി കടന്നു വരുവാൻ ഇടയെത്തുന്നു. അവരുടെ മകളുമായി അവർ പാട്ട് കേട്ടുകൊണ്ടാണ് കയറി വരുന്നത്. അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി കീറിയ വസ്ത്രവുമായി വളരെ മോശകരമായിരിക്കുന്നതായ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് അവർ കടന്നു വന്നത്. അവർ അവിടെ വന്നിരുന്നു. ഞങ്ങളുടെ ആരാധന കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയെ ചേർത്ത് പിടിച്ച് ചോദിച്ചു, സഹോദരി നിങ്ങളുടെ വീട് എവിടെയാണ്, ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞപ്പോൾ അവരെന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇടയെത്തുന്നു. ഞങ്ങൾ കുടുംബമായ ഭവനത്തിലേക്ക് അവർ കാണിച്ചു തന്ന റോഡിലൂടെ നടന്നു. അവർ കാണിച്ചു തന്ന വഴിയിലൂടെ നടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു വലിയ ചേരി പ്രദേശം, 100 കണക്കിന് ജനങ്ങൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട് മരിച്ചു കിടക്കുന്നത് പോലെ കിടക്കുന്ന, ശവശരീരം പോലെ കിടക്കുന്നതായ ഒരു വലിയ കൂട്ടത്തിന്റെ അകത്തേക്കാണ് അവർ കൊണ്ടുപോയത്. കൊച്ചു പ്ലാസ്റ്റിക് കൊണ്ട് വലിച്ചു കെട്ടിയ കൊച്ചു കുടിലുകൾ, ആ കുടിലിന്റെ അകത്തേക്ക് അവർ കൊണ്ടുപോകുവാൻ ഇടയെത്തീർന്നു. വഴിയോരം മുഴുവനും മയക്കുമരുന്ന് അടിമപ്പെട്ട് കിടക്കുന്ന ജനം. വളരെ ദയനീയ അവസ്ഥ ഞങ്ങളതെല്ലാം കാണുവാൻ ഇടയെത്തീർന്നു. ഞങ്ങളൊരു തീരുമാനമെടുത്ത് എല്ലാ വെള്ളിയാഴ്ചയും അവിടെ കടന്നുപോയി സുവിശേഷം പറയുവാൻ. അങ്ങനെ വെള്ളിയാഴ്ചയല്ല, ആ കൊറോണ സമയത്ത് എല്ലാ ദിവസവും എന്ന പോലെ ഞങ്ങൾ അവിടെ കടന്നുപോയി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 പേരും മരച്ചൂട്ടിലിരുന്ന് അവരെ വചനം പഠിപ്പിക്കുവാൻ തുടങ്ങി, അവരെ എഴുതി പഠിപ്പിക്കുവാൻ തുടങ്ങി. അതുപോലെ ഞങ്ങൾ സുവിശേഷം പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ അവരിൽ നിന്നും അലറി ഓടുന്ന 100 കണക്കിന് ജനം വിടുവിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് കാണുവാൻ ഇടയെത്തീർന്നു. അവരെല്ലാം ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട്, വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട്, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാകർത്തമായി സ്വീകരിച്ച് ജലത്തിൽ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ, ക്രിസ്തുവുമായി ഏകീഭവിക്കുവാൻ തക്കവണ്ണം ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെടുവാൻ തക്കവണ്ണം എല്ലാം ഇടയായി തീർന്നു. അതുപോലെ ദൈവ സാന്നിധ്യത്തിൽ അവർ ഇരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ കരം തൊട്ടിട്ടല്ല, മാനുഷിക കരം തൊട്ടിട്ടല്ല, മറിച്ച് ഞങ്ങൾ മുട്ടുമേലിരുന്ന് അവരുമായി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ കരം അവരെ തൊടുവാൻ, അതുപോലെ അഗ്നി നാവുകൾ അവർക്ക് ദൈവം കൊടുക്കുന്നത് പോലെ ദൈവം അന്യ ഭാഷകളെ അവർ ദൈവത്തെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്, അവർക്ക് ലഭിച്ച അന്യഭാഷകളെ തൃപ്തരായി അവർ ഒതുങ്ങിക്കൂടിയിരിക്കുകയല്ല, മറിച്ച് അപ്പോസ്തലപ്രവൃത്തി പറയുന്നത് പോലെ അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് അവർ ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം അവർ യേശുവിന്റെ സാക്ഷ്യങ്ങൾ, അവർക്ക് ലഭിച്ച വിടുതലുകൾ, അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. അവർ ആ പഴയ മനുഷ്യനെ യഥാർത്ഥമായും ഉരിഞ്ഞു കളയുന്ന അവസ്ഥയിലേക്ക് ഒരു പുതിയ മനുഷ്യനായി അവർ തീരത്തക്ക രീതി അവരുടെ ജീവിതം പരിപൂർണമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധാത്മ അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയെത്തുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമെന്ന് പറയുന്നത് അവർ മിഷണറിമാരായാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്, ഭിക്ഷ യാചിക്കുന്നവരാണ്. അവർ ഗാർബേജ് പിക്കപ്പ് ചെയ്യുന്നുണ്ട്, ചപ്പ് ചവറുകൾ ഇന്ന് പറക്കുവാൻ പോകുന്നുണ്ട്. പക്ഷേ അവര് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മുഴുരാത്രി പ്രാർത്ഥനകളിൽ മുട്ടിന്മേലിരുന്ന് കുഞ്ഞുങ്ങളടക്കം കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുവാൻ ഇടയെത്തുന്നു. കഴിഞ്ഞ 5 വർഷമായി ഈ ഡെസ്റ്റിറ്റ്യൂഡിന്റെ ആരുമില്ലാത്ത അലഞ്ഞു നടക്കുന്ന, സമൂഹത്തിന് വേണ്ടാത്തവർ, ലോകം ത്യജിച്ചവർ, ആർക്കും ചേർത്ത് പിടിക്കുവാൻ താല്പര്യമില്ലാത്തവർ, ആരാലും സ്നേഹിക്കപ്പെടാത്തവർ, അങ്ങനെയുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ സ്നേഹിക്കുവാൻ, അങ്ങനെയുള്ളവരെ ത്യജിക്കപ്പെട്ടവരെ സ്വീകരിക്കുവാൻ തക്കവണ്ണം, അങ്ങനെയുള്ളവർക്കൊരു കൈത്താങ്ങായി തീരുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഭവനത്തിൽ ഭക്ഷണമുണ്ടെങ്കിൽ അവരും ഭക്ഷണം കഴിക്കുവാൻ തക്കവണ്ണം, ഞങ്ങൾ ധരിക്കുന്നത് പോലെ അവർ വസ്ത്രം ധരിക്കുവാൻ തക്കവണ്ണം, ഞങ്ങൾക്കുള്ളതെല്ലാം അവർക്കും ഉള്ളതാണ്. ഞങ്ങളുടെ ഭവനത്തിൽ അവർ കടന്നു വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥകളുണ്ട്. ഞങ്ങളുടെ 40 ദിവസം വരെ ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവർ കുടിലുകളിൽ കടന്നുപോയി ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുടെ ഉപവാസം നിർത്തുന്നത്. കാരണം ആ കുടിലുകളിൽ, ആ കൊച്ചു കുടിലുകളിൽ, ആ മണ്ണിലിരുന്ന് അവരുമായിരുന്ന് ഭക്ഷണം കഴിക്കുവാനെല്ലാം, ആ സ്നേഹം
സ്നേഹം പങ്കിടുവാൻ തക്കവണ്ണം, യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സ്നേഹം എന്തെന്ന് അവർക്ക് രുചിച്ചറിയുവാൻ തക്കവണ്ണം, അത് മാത്രമല്ല അവരിലൂടെ മറ്റ് അനേകർ ഇന്ന് ജമ്മു കാശ്മീരിലും അതുപോലെ ഹിമാചൽ പ്രദേശ്, നമുക്ക് അതിർത്തി പ്രദേശങ്ങളാണ്, അവിടെയെല്ലാം സുവിശേഷമായിട്ട് നമ്മോട് ചേർന്നു ഞങ്ങളില്ലാതെയും അവരെ കർത്താവിന്റെ സാക്ഷികളായി അനേക ഇടങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് സകലതും കഴിയുമെന്നും അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകയില്ല എന്ന് ഞാൻ അറിയുന്നു. ഈ കഴിഞ്ഞ 38 വർഷത്തെ എൻ്റെ സുവിശേഷ വേലയുടെ അനുഭവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കൊച്ചു തുടക്കമാണ്, ഒരു കൊച്ചു സുവിശേഷത്തിന്റെ ഒരു കൊച്ചു വിത്തുമായി പാകുവാനായി കടന്നുപോയി. എന്നാൽ പരിശുദ്ധാത്മാവ് വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിക്കുന്നത്, അതുപോലെ അനേകം മന്ത്രവാദികൾ ക്രിസ്തുയേശുവിനെ രുചിച്ചറിയുന്ന അവസ്ഥകൾ. ഞങ്ങളുടെ ഒരു കൊച്ചു കൺവെൻഷൻ കഴിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. കൊച്ചു കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന അവസ്ഥയിൽ ഞാനും എൻ്റെ ജീവിതസഖിയും കൂടി ഞാൻ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വ്യക്തി ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ ഇടയെ തീർന്നു. അവർ പറയുവാൻ ഇടയെ തീർന്നു, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ ഇടയെ തീർന്നു. അവരുടെ കയ്യിലൊരു കൊച്ചു മൊബൈലുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം എല്ലാ സാധനങ്ങളും ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ മറുഭാഗത്ത് തളർന്നു കിടക്കുന്ന 6 മാസം മുമ്പ് വിവാഹിതയായി 5 മാസം അവള് പ്രഗ്നന്റ് ആണ്. ആ കുട്ടി ഒരു വശം മുഴുവൻ തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവളുടെ വായിൽ വെള്ളമൊഴിച്ച് അതെല്ലാം പുറത്തു പോകും. ആ അവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയിലാണ്. അവളുടെ മാതാവാണ് കരഞ്ഞുകൊണ്ട് ഫോണുമായിട്ട് എൻ്റെ അടുത്ത് വന്നത്. ആ കുട്ടി കിടക്കുന്നത് ഹിമാചലിലാണ്, ഞങ്ങളായിരിക്കുന്നത് ഗുരുദാസ്പൂരിലാണ്. അവിടെ നിന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഫോണിൽ ആരോ ആ മറ്റേ കുട്ടിക്ക് പിടിച്ചു കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയെ തീർന്നു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ പെൺകുട്ടിയെ തൊടുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. അവൾ പൂർണ്ണമായി സൗഖ്യമായി. അവളൊരു മന്ത്രവാദിയുടെ മകളായിരുന്നു. അങ്ങനെ ഹിമാചലിൽ ഒരു പ്രവർത്തനം തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം വഴി തുറന്നു. ആ ഭവനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. അവർ ക്രിസ്തുയേശുവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സകലതും കഴിയുമെന്ന് ഉറപ്പുവരുത്തുവാൻ, അങ്ങനെ അനേകം മന്ത്രവാദികൾ, അനേക ക്രിസ്തുവിനെ അറിയാത്തവർ, അതുപോലെ മറ്റ് തലത്തിലുള്ളവർ, അനേക ക്രൈസ്തവരായിരിക്കുന്ന അനേകം മേഖലകൾ ഇവിടെയുണ്ട്, അനേക സ്ഥലങ്ങൾ അവിടെയുണ്ട്. നമുക്ക് കടന്നുപോകാൻ സാധിക്കാത്ത അനേക സ്ഥലങ്ങളുണ്ട്. അവിടെയും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മന്ത്രവാദിയായ ഒരു വ്യക്തിയെ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ട് പൂർണ്ണമായി സൗഖ്യമായതിന് മുഖാന്തരം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നമുക്ക് ഒരിക്കലും കയറി ചെല്ലുവാൻ സാധിക്കാത്ത ആ സ്ഥാനത്ത് ദൈവം അത്ഭുത വഴികളെ തുറക്കുവാൻ തക്ക വേണം. അവരോട് സുവിശേഷം പറയാൻ, അവരുടെ സ്വന്തക്കാരോട്, ബന്ധുമിത്രാദികാരോട് സുവിശേഷം പറയുവാൻ, അതുപോലെ ദൈവത്തിന്റെ വചനത്താൽ ദൈവം തളർന്നു കിടക്കുന്ന ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന കാഴ്ചകൾ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അത് മുഖാന്തരം അവരുടെ അക്രൈസ്തവരായിരിക്കുന്ന അവരുടെ വിശ്വാസികളെല്ലാം ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ യേശുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. സ്വർഗത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ നാമം ക്രിസ്തുവിന്റെ നാമത്താൽ ജനത്തിന്മേൽ വരുന്നതായ വലിയ പാപക്ഷമയും അതുപോലെ ദൈവിക വിടുതലുകളും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഇന്നിവിടെ അനേക ജീവിതങ്ങൾ, 100 കണക്കിന് ജനങ്ങൾ അതുപോലെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരാണ്. പൂർണ്ണമായി മദ്യപാനം മയക്കുമരുന്നും വിട്ട് അതുപോലെ പല വിധത്തിൽ മാറാ രോഗികളായിരുന്നവർ അവരെല്ലാം പൂർണ്ണമായി ക്രിസ്തുയേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സ്നേഹത്തെ അനുഭവിപ്പാൻ തക്കവണ്ണം അവരുടെ ശരീരം പാപത്തിന് അടിമപ്പെട്ട് വേശ്യകളായി ജീവിച്ച അനേകരുണ്ട്. പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ച് വേശ്യവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന അനേകർ അവർ ശുദ്ധീകരിക്കപ്പെട്ട് യേശുവിന്റെ വചനത്താലും യേശുവിന്റെ നാമത്താലും ശുദ്ധീകരിക്കപ്പെട്ട് യേശുവിന്റെ ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് അവർ കർത്താവിന്റെ ആലയമായി മാറി ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സകലതും കഴിയും. ദൈവത്തിനൊന്നും അസാധ്യമാകയില്ല എന്ന് എൻ്റെ ജീവിത അനുഭവത്തിലൂടെ എനിക്ക് പറയുവാൻ സാധിക്കുന്നു. ഞങ്ങൾ ഇന്ന് 4 പേരും ഒരുമിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പൂർണ്ണമായും കർത്താവിന്റെ വേലയിൽ പല സ്ഥലങ്ങളിൽ പലതരത്തിൽ കൂട്ടമായി പലയിടങ്ങളിൽ പരിശുദ്ധാത്മാവ് ആദ്യകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ച നിയോഗം നയിച്ച് അയക്കുന്നത് പോലെ ദൈവം ഞങ്ങളെ ഒരു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടാറുണ്ട്. ദൈവം ഞങ്ങളോട് പറയാറുണ്ട്, ഇന്ന സ്ഥലത്ത് പോകുവാൻ തക്ക വേണം. ആ സ്ഥലത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാത്തവരാണ്, എന്നാൽ ദൈവം ആ സ്ഥലങ്ങളിൽ നൽകുന്ന വലിയ വിടുതലുകൾ ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നത്
ചെയ്യുന്നത്. അതുപോലെ കൂട്ടം കൂട്ടമായി തകർക്കപ്പെട്ട കുടുംബ ബന്ധങ്ങൾ അത് ഒന്നിക്കുന്ന കാഴ്ചകൾ കാണുവാൻ ഇടയെ തീർന്നിട്ടുണ്ട്. അതുപോലെ വളരെ യൗവനക്കാർ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ടവർ അവർ ദൈവവചനത്തിലേക്ക് തിരിയുന്നത്, ക്രിസ്തുവിലേക്ക് തിരിയുന്നത്, ദൈവശബ്ദത്തെ അനുസരിക്കുന്ന കാഴ്ചകൾ കാണുവാൻ ഇടയെ തീർന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് ഓരോ ദിവസവും ഞങ്ങൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവ് ഏറ്റവും ഉത്തമമായത് ഓരോ ദിവസവും ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഉത്തമമായി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഗൈഡ് ചെയ്യാറുണ്ട്. ഓരോ ദിവസവും ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യുവാൻ ഓരോ ദൈവിക നിയോഗത്തോടെ ഓരോ സ്റ്റെപ്പും വെക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിയോഗമുള്ളത് കൊണ്ട് പല വാതിലുകളും സുവിശേഷത്തിന് വേണ്ടി ഇവിടെ അടയപ്പെട്ടു കഴിഞ്ഞു. ഒരു സമയം തെരുവീതികളിൽ ഇരുന്ന് 400ഓളം ബൈബിൾ ഞാൻ വടക്കേന്ത്യയിൽ കൊടുക്കുമായിരുന്നു. എല്ലാ ദിവസവും എൻ്റെ ടാർഗറ്റ് ആയിരുന്നു 400 ബൈബിളെങ്കിലും ജനത്തിന് എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കൊച്ചി ന്യൂ ടെസ്റ്റമെന്റ് പുതിയ നിയമം 400ഓളം ബൈബിൾ എല്ലാ ദിവസവും തെരുവീതികളിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുന്ന ഒരവസ്ഥയിലേക്ക്, ബൈബിൾ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുവാൻ ഇടയെത്തുന്നു. ബൈബിൾ കൊടുക്കുമായിരുന്ന ആരംഭത്തിൽ, അതിനുശേഷം സുവിശേഷം വ്യക്തമായി ഹിന്ദിയിൽ പറയുവാൻ ദൈവം പഠിപ്പിച്ച സമയത്ത് ആ സുവിശേഷ പ്രതിയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ആ ന്യൂ ടെസ്റ്റമെന്റ് പുതിയ നിയമത്തോടൊപ്പം തന്നെ യേശുവിന്റെ സുവിശേഷം പറയുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. എന്നാൽ ഇന്ന് ബൈബിൾ കൊടുക്കുവാനുള്ള സാഹചര്യമില്ല, അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ദൈവം തുറക്കുന്ന വഴികൾ വളരെ അത്ഭുതമാണ്. കുലിയാളിയായ ഒരു യൗവനക്കാരൻ ഇവിടെ കടന്നു വരുവാൻ ഇടയെത്തുന്ന ആ സമയത്ത് 40 ദിവസം ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവൻ്റെ ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അവൻ ഇവിടെ പിടിച്ചുകൊണ്ട് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം അവൻ തടവറയിൽ പോകുവാൻ സമ്മതമില്ല, അവൻ പോലീസിന് പിടികൊടുക്കില്ല, അവൻ്റെ തെറ്റ് പറയില്ല, അവൻ്റെ ഉറ്റ സുഹൃത്തിനെ അവൻ വെട്ടിക്കൊന്നവനാണ്. എന്നാൽ പോലീസിന് പിടികൊടുക്കുവാൻ സാധ്യതയില്ലാതെ അവൻ്റെ മാതാപിതാക്കൾ അവനെ ഇവിടെ കൊണ്ടുവരുവാൻ, സ്വന്തക്കാർ, ഞാൻ ഉപസിക്കുന്ന കാര്യം അവർക്ക് അറിയാം, അങ്ങനെ ഒരു ഉപസിക്കുന്നിടത്തേക്ക് അവർ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നിടത്തേക്ക് ആ ചെറുപ്പക്കാരനെ 18-19 വയസ്സേ ഉള്ളൂ, അവനെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ അവനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, മോനെ, നിന്നെ പോലെ ഞാനും കുല ചെയ്തൊരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ അവനെ ശ്രദ്ധയോടെ എന്നെ ഉറ്റുനോക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ അവനോട് പറഞ്ഞു, ദൈവവചന പ്രകാരം നിനക്ക് ബൈബിൾ അറിയില്ല, പക്ഷെ ബൈബിളിൽ നാം ആരെങ്കിലും പകയ്ക്കുന്നുവെങ്കിൽ നാം കുലപാതകം ചെയ്തതിന് തുല്യമാണ്. ഒരു സമയം ക്രിസ്തുയേശുവിന്റെ വചനത്തെ ആഴമായി അറിയാതിരുന്ന സമയത്ത് എനിക്കും അങ്ങനെ മറ്റൊരു വ്യക്തിയെ പകയ്ക്കുക അല്ലെങ്കിൽ അവരോട് ക്രോധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെന്നുള്ളത് ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവവചന പ്രകാരം ഞാൻ അവനോട് പറയാൻ ഇടയായി തീർന്നു, ദൈവത്തിന്റെ നിയമത്തിന് മുൻപിൽ അത് കുലപാതകത്തിന് തുല്യമാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ നിയമത്തിന് മുൻപിൽ, ഭാരതത്തിന്റെ നിയമത്തിന് മുൻപിൽ കുല ചെയ്തൊരു വ്യക്തിയാണ്, പക്ഷെ ദൈവത്തിന്റെ നിയമത്തിന് മുൻപിൽ അനേകർ കുലപാതകളാണ്. എന്നാൽ സത്യം അറിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് അവനോട് പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു പാപവുമില്ല എന്ന് അവനോട് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് ഓരോന്നായി അവന്റെ പാപങ്ങൾ എൻ്റെ മുൻപിൽ മുട്ടുമേൽ നിന്ന് 3.5 മണിക്കൂറോളം അവൻ ദൈവസന്നിധിയിൽ മുട്ടുമെന്ന് കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ. അവൻ ആ സമയത്ത് കണ്ടൊരു ദർശനമുണ്ട്, സ്വർഗം. അവൻ ദൈവസന്നിധിയിൽ കണ്ണടച്ചപ്പോൾ ദൈവം അവനെ കാണിച്ചു, സ്വർഗത്തിന്റെ വാതിൽ അവന് വേണ്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്നു, നരകത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തവന് സ്വർഗരാജ്യത്തിൽ കടന്നുപോകാൻ സാധ്യമല്ല എന്ന് ദൈവം അവനോട് വ്യക്തമായി പറഞ്ഞ കാര്യം എന്നോട് കണ്ണു തുറന്ന് പറയുവാൻ ഇടയെത്തു. ഞാൻ അവനോട് പറഞ്ഞു, നീ ഒന്നൊന്നായി നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നിന്റെ കൊച്ചുനാൾ മുതൽ നിനക്ക് ഓർമ്മയുള്ളത് മുഴുവൻ 3.5 മണിക്കൂറോളം കണ്ണുനീരോടെ മുട്ടുമേൽ നിന്ന് അവന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. അവൻ എങ്ങനെയാണ് അവന്റെ ഉറ്റ സുഹൃത്തിനെ വെട്ടിക്കൊന്നെന്നുള്ളത് എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ അവനോട് പറഞ്ഞു, ഈ കാര്യം നിന്ന് പോലീസിനോട് പറഞ്ഞ് പോലീസിൽ പോയി പറയണം, നീ പോലീസിന് പിടികൊടുക്കണം. അങ്ങനെ അന്ന് 4 മണിക്ക് അവൻ ഗുരുദാസ്പൂരിലുള്ള പോലീസിന് പിടികൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ പുതിയൊരു മനുഷ്യനായി 3.5 മണിക്കൂറിനുള്ളിൽ അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ യഥാർത്ഥമായി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. ജയിലിൽ നിന്ന് ഇറങ്ങുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ തീരുമാനമെടുത്തു. ഞാൻ അവനോട് ഇപ്രകാരം പറഞ്ഞു, പൗലോസിനെ പോലെ നീ പുറത്തിറങ്ങി വരണം. പൗലോസിന്റെ അനുഭവങ്ങൾ ഞാൻ അവനോട് പറയുവാൻ ഇടയായി തീർന്നു. അവൻ മുഖാന്തരം ഈ ഗുരുദാസ്പൂരിലെ ജയിലിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ദൈവം എനിക്ക് വഴി തുറന്ന എല്ലാ ആഴ്ചയിലും അവനെ കാണുവാൻ തക്കവണ്ണം, അതുപോലെ സുവിശേഷം പറയുവാൻ തക്കവണ്ണം ഒരു വഴി തുറന്നു. അതിനു മുൻപും ഞാൻ ടീനേജേഴ്സിന്റെ ജയിലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ജയിൽ വളരെ വ്യത്യസ്തമാണ്. വളരെയധികം എല്ലാവിധമായ കുറ്റങ്ങളും ചെയ്ത എല്ലാ പ്രായത്തിലും ഉള്ള ഒരു ജയിലാണ്. അവിടെ നമുക്ക് ആരെയും കാണുവാൻ സാധ്യമല്ല. എന്നാൽ ആഴ്ചയിൽ ഒരിക്കൽ അവൻ എൻ്റെ പേരെഴുതി കൊടുത്തതുകൊണ്ട് അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ അവനെ പോയി കാണാം, അല്ലെങ്കിൽ അവൻ കോൺഫറൻസ് കോളിൽ എന്നെ വിളിക്കാം, എന്നോട് സംസാരിക്കാം. അവൻ അതിൻ്റെ അകത്ത് അവൻ യഥാർത്ഥമായിട്ടും അവൻ സമർപ്പിക്കപ്പെടുവാൻ ഇടയെത്തുന്നു. അവൻ ഉപവസിക്കുവാൻ തുടങ്ങി. ജയിലിൽ ഉപവസിക്കുവാനുള്ള സാഹചര്യമില്ല. എന്നാൽ അവൻ്റെ ഭക്ഷണം അവൻ്റെ കൂട്ടുകാർക്ക് കൊടുത്ത് അവൻ ഭാഗിക
പ്രത്യേകമായി രാത്രി മാത്രം കഴിച്ച് ഉപവസിച്ച് അങ്ങനെ ആ ജയിലിന്റെ അകത്ത് അവൻ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ തക്കവണ്ണം അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവൻ മുഖാന്തരം അവന്റെ ഒരു കൂട്ടുകാരനല്ല, അവന്റെ കൂടെ കിടന്ന മറ്റൊരു കൊലപാതകി ക്രിസ്തുയേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവെ സ്വീകരിക്കുവാൻ ആ ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വ്യക്തിയാണ് യേശുവിനെ സ്വീകരിക്കുവാനും അതുപോലെ 8ഓളം പേർ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ ഇന്നും ക്രിസ്തുവിന് വേണ്ടി ഉറപ്പും ധൈര്യത്തോടും കൂടെ നിൽക്കുന്നു. പല വാതിലുകൾ നമ്മുടെ മുൻപേ അടയുമ്പോൾ സുവിശേഷത്തിന്, വചനത്തിന് ചങ്ങലയില്ല, വിലങ്ങില്ല. അതുകൊണ്ട് ആ വചനം ആരോട് നമുക്ക് പറയാം. അവനിവിടെ കടന്നു വന്നത് ഒരു കുലപാതകിയായിട്ടാണ് കടന്നു വന്നത്. അവൻ മയക്കുമരുന്നിനെ അടിമപ്പെട്ടവനായിട്ടാണ് കടന്നു വന്നത്. എന്നാൽ യേശുവിന്റെ വചനം അവന് ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്നും അനേകർ ഇതുപോലെ പല തരത്തിൽ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ട് പല തരത്തിലുള്ള അസന്മാർഗികമായ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവർ, പല കൊലപാതക കുറ്റങ്ങളിൽ അകപ്പെട്ടവർ, അനേകർ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പോലീസ് അധികാരികൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിവിടെ കടന്നു വന്നു, അവരോട് സുവിശേഷം പറയുന്നതല്ല അവർക്ക് അറിയുന്നത്, മറിച്ച് ആ യേശു ക്രിസ്തുവിന്റെ വചനം, ആ ജനങ്ങളെ മാറ്റം വരുത്തുന്ന മാറ്റം. അവരൊരു കാര്യം പറയാൻ ഇടയിൽ തീർന്നത്, കുലപാതകളായി കടന്നു വരുന്നവർ വീണ്ടും കുല ചെയ്താണ് മടങ്ങി വരുന്നത്. പക്ഷേ ഇപ്പോൾ കുലപാതകികൾ കടന്നു പോകുന്നവർ, അവർ മാറ്റപ്പെട്ടവർ മടങ്ങി വരുന്നില്ല. അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റമാണ്. വചനത്തിന് ശക്തിയുണ്ട്, സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ യഥാർത്ഥമായിട്ടും മാനസാന്തരത്തിൽ തിരിച്ചു കൊണ്ടുവരുവാൻ, യഥാർത്ഥമായ ഒരു വ്യക്തിയെ യഥാർത്ഥമായി രൂപാന്തരപ്പെടുവാൻ സുവിശേഷത്തിന് ശക്തിയുണ്ടെന്നുള്ളത് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ എനിക്ക് പറയുവാൻ സാധിക്കും. ഇന്ന് ഇവിടെയും ഈ വചനമാണ് വളരെ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വചനത്തിന് മാറ്റമില്ല. എല്ലാ ദിവസവും 3 ഭാഷകളിൽ ഞാൻ ദൈവത്തിന്റെ വചനം ചേരികളിലുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പല ഭാഷകളിൽ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നുണ്ട്. പല ബുക്കുകൾ അവർക്ക് വായിക്കുവാനായിട്ട് വലുതായിട്ട് അറിയില്ല. കുറച്ചു പേരെല്ലാം അല്പാൽപമായി വായിക്കുവാൻ പഠിച്ചു തുടങ്ങി. എന്നാൽ എല്ലാ ദിവസവും പല പുസ്തകങ്ങളിൽ നിന്ന്, ബൈബിളിലെ 66 പുസ്തകങ്ങളിലുള്ള പല പുസ്തകങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നയിക്കുന്ന പുസ്തകങ്ങളിൽ അവരെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ആ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ ആഴത്തിൽ പതിയുകയും ആ വചനം അവരെ ഏറ്റെടുക്കുകയും ആ വചനപ്രകാരം തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് വെളിച്ചമായി, അവരുടെ ജീവിതത്തിലെ ഇരുട്ട് മാറിയതുകൊണ്ട് അവർ ലോകത്തിന് വെളിച്ചമായി, ലോകത്തിന് ഉപ്പായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം വരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളോട് ഒത്തുചേർന്നതുകൊണ്ട് ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് പോലും ആരാധന ലീഡ് ചെയ്യുന്നത്, ഇവിടുത്തെ ആരാധന ലീഡ് ചെയ്യുന്നതെല്ലാം ചേരി പ്രദേശത്തുള്ള ഒരു ഭിക്ഷയാചിക്കുന്ന സഹോദരനാണ്. ആ സഹോദരൻ ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ആരാധന നയിക്കുന്നത്. അങ്ങനെ ഒരു വലിയ കൂട്ടം, ഇന്ന് 100ഓളം ജനങ്ങൾ, അനേക ജനങ്ങൾ ക്രിസ്തുയേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച സത്യത്തിനും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് സ്വർഗം സന്തോഷിക്കുന്നു. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. അങ്ങനെ വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദത്തിലേക്ക് പരിശുദ്ധാത്മാ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരേ ഒരു ഉദ്ദേശം, കർത്താവിന്റെ വരവ് വരെയുള്ള ഞങ്ങളുടെ തലമുറകൾ കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ഞങ്ങളുടെ ഈ ചേരി പ്രദേശങ്ങളിലുള്ള തലമുറകൾ പോലും കർത്താവിന്റെ വരവ് വരെയും അവർ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സാക്ഷികളായി ജീവിക്കാൻ അനേക കുഞ്ഞുങ്ങൾ, ഞങ്ങൾ 100-150 കുഞ്ഞുങ്ങൾ തന്നെ പല ചേരികളിലായിട്ടുണ്ട്. ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ, അതുപോലെ അവരെ പ്രത്യേകമായി പഠിപ്പിക്കാറുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ എല്ലാം തീരുമാനമാണ്, അവരധികം പേരും പറയുന്നത് ഞങ്ങൾക്ക് ക്രിസ്തുവിന് വേണ്ടി മിഷനറിമാരായി ദൈവവേല ചെയ്യണം. അവരുടെ ഒരേ ഒരു സ്വപ്നമാണ്. ഇന്ന് ഒരു വ്യക്തി പോലും സ്കൂളിൽ പോകാത്തവരായിരുന്നു, എന്നാൽ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഞങ്ങൾ അവരെ സ്കൂളിൽ വിടുവാൻ ഇടയായി തീർന്നു. അവർക്ക് സ്കൂളിൽ പോകുന്നുണ്ട്. അവരുടെ ഒരേ ഒരു ആഗ്രഹം പഠിക്കണം. പഠിക്കുന്നത് ആർക്ക് വേണ്ടി? ക്രിസ്തു യേശുവിന് വേണ്ടി, യേശുവിന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ വേലയിൽ വ്യാപൃതരാകുവാൻ തക്കവണ്ണം കണ്ണുനീരോടെയാണ് കൊച്ചു കുഞ്ഞുങ്ങളടക്കം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും അനേക മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നത്. അനേക യൗവനക്കാർ കർത്താവിലേക്ക് തിരിഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക്, യഥാർത്ഥമായി ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിനൊന്നും കഴിയാത്തതായിട്ടില്ല. ഭാരതത്തെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കരങ്ങളിൽ തന്നിരിക്കുന്നു. ഈ ഭാരതത്തിലുള്ള അനേക ജീവിതങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ലോകത്തിന്റെ ഇതര ഭൂഖണ്ഡങ്ങളിലുള്ളവർ, 7 വൻകരകളിലും 5 ഭൂഖണ്ഡങ്ങളിലുമുള്ളവർ ക്രിസ്തുവേശുവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മിലൂടെ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവവചനത്തിലുണ്ടല്ലോ, നിന്റെ പ്രവൃത്തി യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധ്യമാകും. നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിന് ഓരോ ദിവസവും സമർപ്പിക്കുന്നുവെങ്കിൽ ഏറ്റവും ഉത്തമമായത്, ഇന്നലെ ചെയ്തതിനേക്കാൾ ഉത്തമമായത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം എൻ്റെ
അനുഭവത്തിലൂടെയാണല്ലോ പറയുന്നത്. കാരണം എല്ലാ വാതിലും സുവിശേഷത്തിന്റെ ഇവിടെ കൂട്ടി അടയപ്പെട്ട സ്ഥാനത്ത് ദൈവം തുറക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. നമ്മൾ ഈ ഭവനത്തിൽ, ഞാൻ ആയിരിക്കുന്ന ഈ വാടക വീട്ടിൽ നിന്നും ഇവിടെ നിന്നാണ് ജനം ഞങ്ങളെ വിളിച്ചുകൊണ്ടു പോകുന്നത്. വലിയ വിടുതലുകളാണ് ഓരോ സ്ഥലത്തും. നമുക്ക് കയറി ചെല്ലുവാൻ സാധിക്കാത്ത ഇടങ്ങൾ, നിയമം കൂട്ടിയടച്ച സ്ഥലങ്ങൾ പലതും നമുക്ക് വേണ്ടി കൂട്ടിയടയ്ക്കപ്പെട്ട ആ വാതിലുകളാണ് സുവിശേഷം നിമിത്തം തുറക്കപ്പെടുന്നത്. അങ്ങനെ അനേക സുവിശേഷം സ്വാതന്ത്ര്യത്തിലേക്കായിട്ട് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന വചനം അനേക ഗ്രാമങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നു, അനേക ഭവനങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നു, അനേക യൗവനക്കാർ, അനേക കുഞ്ഞുങ്ങൾ, അനേക സഹോദരി സഹോദരന്മാർ, അനേക കുടുംബങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച കാണുവാൻ ഇടയായിത്തീരുന്നു. ദൈവത്തിനൊന്നും കഴിയാത്തതായിട്ടില്ല. ദൈവത്തിന് സകലതും കഴിയുമെന്നും അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകയില്ല എന്നും ഞാൻ അറിയുന്നു. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു വലിയ ഉണർവിന്റെ കൊടുങ്കാറ്റായി, തീനാളമായി, ദീപശിഖയായി ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരട്ടെ. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ പറഞ്ഞല്ലോ, 90% കാഴ്ച എനിക്കില്ല എങ്കിലും ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ സമയാസമയങ്ങളിൽ നമ്മെ ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഈ ചേരി പ്രദേശത്തിലുള്ളവരെല്ലാം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്ഥിരമായി, ഞാൻ ആഴ്ചയിൽ ഒന്നാണ് ചിന്തിച്ചത് അവരെ വചനം പഠിപ്പിക്കുവാൻ. എന്നാൽ അവരെന്നോട് പറയുമായിരുന്നു, സ്ഥിരമായി ഞങ്ങളെ വചനം പഠിപ്പിക്കാമോ? വളരെ തണുപ്പ് വളരെയധികമുള്ള സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ സൂം മീറ്റിങ്ങിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു മൊബൈലിലൂടെ 18ഓളം കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവവചനം പഠിക്കുന്ന കാഴ്ചകൾ. ഒരു മൊബൈലിലൂടെ 3 കുടുംബങ്ങൾ, 6 കുടുംബങ്ങൾ, അതുപോലെ 18ഓളം കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന ദൈവവചനത്തിന്റെ ഒരു ദാഹം. ആഹാരത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, അതുപോലെ വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, മറിച്ച് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹത്തോടും കൂടെ ദൈവവചനം ആർത്തിയോടെ പഠിക്കുവാൻ, വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്. അവർ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ല, എന്നാൽ ഒരു ബൈബിൾ അവർക്ക് വേണം. അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ, സർവശക്തനായ ദൈവത്തെ ഉയർത്തുവാൻ തക്കവണ്ണം തങ്ങളെ സ്നേഹിച്ച യേശുവിന്റെ വചനമാണ്, സന്ദേശമാണല്ലോ അത്. ആ വചനം യഥാർത്ഥമായ ഹൃദയത്തിന്റെ അകത്തേക്ക് പാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ഓരോ ദിവസവും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അവർ ആർത്തിയോടെ ദൈവവചനത്തെ അത് ഭുജിക്കുകയും ദൈവവചനത്തെ അവർ ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല, അവർക്ക് കേൾക്കുന്ന വചനത്തെ ആ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ അവർ ആ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട്, ആ വചനത്തെ അനുസരിച്ചുകൊണ്ട്, ആ വചനപ്രകാരം മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും നയിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. May the Lord bless you all. Amen.